ഈ ഞായറാഴ്ച ലീവ് എടുത്തിട്ടുള്ള ഒരു വിശേഷങ്ങളാണ്. ലീവാണോ അത് വർക്കിംഗ് ഡേ ആണോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ വീഡിയോ കണ്ടതിന് ശേഷം കേട്ടോ. കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ രാവിലെ യാത്ര ചെയ്യണതും പുറത്ത് പോയി കാണുന്നതും ഒക്കെ കേട്ടോ. വേറൊന്നല്ല, നമ്മൾ സ്നാക്സിന് പരിപാടി തുടങ്ങിയ മുതൽ നമ്മൾ കാലത്തെണീറ്റ് എവിടെയും പോവാറില്ല. നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് വരുമ്പോൾ 2-2:30 ആവാറുണ്ട്. ലീവ് എടുക്കലൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ തീരുമാനം എടുത്തു എല്ലാ ഞായറാഴ്ച നമുക്കൊരു ലീവ് ആക്കാന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ വാങ്ങിയിട്ട് വരുന്ന വഴിക്ക് കുറച്ച് കായത്തോല് വാങ്ങാൻ കയറി. നമ്മുടെ ചേട്ടൻ്റെ കടയിൽ കയറി. അങ്ങനെ കുറച്ച് കായത്തോലൊക്കെ വാങ്ങി. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ കായത്തോല് വെക്കാറുണ്ടോ ചോദിച്ചപ്പോൾ പിന്നല്ലാതെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയുമോ ചോദിച്ചപ്പോൾ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, നമ്മൾ വെക്കുക തന്നെയെന്ന് പറഞ്ഞു. പക്ഷെ ഒരുപാട് ഗുണങ്ങളാണ് നമ്മൾ കായത്തോലിൽ. അയൺ കണ്ടൻസ് കൂടുതലാണ് കേട്ടോ. അങ്ങനെ വീടെത്തി ഞാൻ കാലത്ത് മക്കൾക്കുള്ള ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി. മാവ് കുറച്ച് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസത്തേക്ക്. അത് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചു. 1-2 ദിവസത്തേക്ക് മാത്രം ആട്ടിയെടുക്കാറുള്ളൂ. കൂടുതൽ ദിവസം മാറ്റി മാവ് ഫ്രിഡ്ജിൽ വെക്കാറില്ല. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം 2 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ ഉച്ചത്തെ ഫുഡിനുള്ള പരിപാടികൾ തുടങ്ങി. കായത്തോൽ അരിയാൻ തുടങ്ങി. കായത്തോൽ അരിയണ സമയത്ത് ഇതേപോലെ നീളനെ കട്ട് ചെയ്തിട്ട് വേണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ. ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് ഉപ്പിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ചെറുപയറോ പയറോ ഒക്കെ ഒപ്പം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. ഒപ്പം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറുപയറും പയറൊക്കെ ഒന്ന് കുതിർത്തിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ കായത്തോലിനോടൊപ്പം തന്നെ നല്ലപോലെ വെന്ത് കിട്ടിക്കോളും. ഇല്ലെങ്കിൽ ചെറുപയറും പയറും വെന്തതിന് ശേഷം കായത്തോൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ കായത്തോലിനും ഞാൻ അതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്തിട്ട് ഞാൻ അതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടി ഒന്ന് ചതച്ചെടുത്ത് വെളിച്ചെണ്ണയിലിട്ടൊന്ന് ചെറുതായി മൊരിയിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കായത്തോൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറുപയറോ പയറോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ വെറും കായത്തോൽ മാത്രമായിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പുപൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു. അപ്പോൾ നല്ലപോലെ വേവിച്ചെടുക്കുക. ഡൈജഷനൊക്കെ നല്ലപോലെ നടക്കണ പോലെ വേവിച്ചെടുക്കുക. ഒരുപാട് ഗുണങ്ങളുള്ള ഉപ്പേരിയാണ്. തേങ്ങ ചുരണ്ടി എടുക്കുന്നുണ്ട്, നമുക്ക് മീൻകറി വെക്കാനാണ്. ഇതിനിടയിൽ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. തിലോപ്പി പോലത്തെ മീൻകറികളൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് തേങ്ങാപ്പാലിലാണ് തയ്യാറാക്കേണ്ടത്. കാരണം നമുക്ക് സിലോപ്പി പോലത്തെ മീൻകറിക്കൊക്കെ ഒരു മധുരപ്പിൻ്റെ ടേസ്റ്റ് വരും തേങ്ങ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് ഇതേപോലെ തേങ്ങാപ്പാലൊക്കെ കറിയിലേക്ക് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. മാങ്ങ ഇട്ടിട്ടുള്ള സിലോപ്പി കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും വിശേഷങ്ങൾ പറയാൻ കാരണം നമ്മൾ ഞായറാഴ്ച ഒരു ദിവസമായാലും ഫുഡൊക്കെ ഉണ്ടാക്കി വരുന്നേക്കും അന്നത്തെ ദിവസം 3 മണിയാവും. സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന ദിവസം നമ്മൾ പെട്ടെന്ന് അതിൻ്റെതായ രീതിയിലുള്ള കറികളും ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെക്കാറുണ്ട്. പിന്നെ കാലത്ത് ശരിക്കുള്ള ഭക്ഷണം ഞങ്ങൾക്കില്ല. എന്തെങ്കിലും ഒരു കിട്ടിയത് കഴിക്കും. കാരണം നേന്ത്രപ്പഴം പുഴുങ്ങി വെച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറ്. ഇഡ്ഡലി പെട്ടെന്ന് തയ്യാറാക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. എന്നും ഒരുപോലെ വർക്ക് ചെയ്യണവർക്ക് അറിയാൻ പറ്റും. ആ ഒരു ഞായറാഴ്ച കിട്ടി നമുക്ക് വളരെയധികം സന്തോഷമൊക്കെ തോന്നും. പക്ഷേ അന്നത്തെ ദിവസം സമയം പോവാൻ നമുക്ക് നാളെയും ദിനചര്യകൾ തുടങ്ങിയല്ലോ എന്നുള്ള ടെൻഷനായിരിക്കും. അപ്പോൾ ഒരു ദിവസമൊന്നും ലീവ് കിട്ടുമ്പോൾ നമുക്കൊരു ലീവായി തോന്നാറുമില്ല. പിന്നെ പിറ്റേ ദിവസം വെച്ചിട്ട് നമുക്കൊരു മടിയായിരിക്കും ജോലിക്ക് പോകുമ്പോഴും. അതേപോലെ തന്നെ നമുക്ക് എന്ത് വർക്ക് ചെയ്യുമ്പോഴും. ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും പണികൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരാഴ്ച തുണികൾ അലക്കിയിട്ടിട്ടുണ്ടാവും. പക്ഷെ മടക്കാനുള്ള സമയം കിട്ടാറില്ല. അങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒരുപാട് തുണികളുണ്ടായിരുന്നു മടക്കാൻ. അങ്ങനെ ഞാൻ മടക്കണോടൊപ്പം മച്ചാനും വന്ന് സഹായിക്കാറുണ്ട്. തുണിയൊക്കെ മടക്കുമ്പോൾ ഞങ്ങൾ രണ്ടാളിരുന്ന് തുണികളൊക്കെ ഇരുന്ന് മടക്കി. അപ്പോൾ ഈ ഞായറാഴ്ച ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ലീവായിരുന്നോ അതെനിക്ക് വർക്കിംഗ് ഡേ ആണോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത് കേട്ടോ.